വാസുദേവായ വ്യാപായാൽ ഹൈ കേമായി എന്താ ബമ്പർ ചിരിയുന്ന ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയുന്ന ചിരിക്കൊരു ബമ്പർ എന്ന കേമായിട്ടുള്ള കാഴ്ച. അപ്പോ കേരളക്കാരെ ആകെയുള്ള ആൾക്കാരെ ചിരിപ്പിക്കാനായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട്. ചാക്യാരെ പിന്നാമ്പുറത്ത് നിന്നപ്പോ വരി വരിയായിട്ട് നിൽക്കുകയാണ് ആൾക്കാർ എന്നുള്ളത്. ആ കൂട്ടത്തിൽ ഒരാളെയും കണ്ടു, എന്നിട്ട് അവതാരകനായിട്ടുള്ള കാർത്തികാദാദികളെ. എന്താ കഥ? പണ്ടൊക്കെ നാടുനീളെ നടക്കുന്നവരെ നാടോടികൾ എന്നാ പറയണത്. ഇപ്പൊ ന്യൂ ജനറേഷൻ ആയപ്പോ അത് വ്ളോഗർമാരായിന്ന. ഈ പുള്ളിയെ പറ്റിയിട്ട് പറഞ്ഞാല് നാടോടിയും അല്ല വ്ളോഗറും അല്ലാണ്ട് ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഒരു നാടോകളറായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളതെന്ന്. അപ്പൊ പറഞ്ഞു വന്നത് ഇവിടെ എത്തിയിരിക്കണത് ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ്. കേരളക്കരയിൽ ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ആൾക്കാരെ കണ്ടപ്പോൾ ചാക്യാർക്ക് ഒരു നർമ്മം തോന്നി. എന്താപ്പോ 6 നാട്ടിലെ 100 ഭാഷ എന്നാ പറയണത്. മലയാളം ആണെങ്കിലും ചില ഭേദഗതികൾ. എന്താപ്പോ അച്ചടി ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ കോട്ടയംകാരെന്നാ പറയണത്. പക്ഷെ ഇവരങ്ങോട്ട് സംസാരിച്ച് തുടങ്ങുമ്പോ ഭാര്യ ഫൽഗുണൻ ഫഗീരതിന്റെ ഭൂമി ഭയങ്കരം തന്നെ കേട്ടോ. ഒരു ഫാഫാഫൂഫു കളിയാണ്. നേരെ നമ്മൾ കൊച്ചിയിലേക്ക് വന്നാല് കൊച്ചി കണ്ടവാൻ അച്ചി വേണ്ടെന്നുള്ളൊരു അത്ര സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളാ കൊച്ചിയിലുള്ളതെന്നാണ് കേമായി. പക്ഷെ സുന്ദരികൾ സംസാരിക്കുമ്പോ നമ്മ അടുത്ത ഡാൻസ് തുടങ്ങാൻ പോണേണ്, ഇരിക്കണേണ്, നിക്കണേണ്, കിടക്കണേണ്, ഇക്കണേണ് വെച്ചിട്ടാ. അപ്പൊ ആൺകുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ താജ്മഹൽ കാണാനായിട്ട് പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് അയച്ചു. എന്താ അപ്പൊ കമന്റ് വെച്ചാട്ടോ, നമ്മ പൊളിക്കാണ് ബ്രോ എന്ന്. അപ്പൊ ഇവിടുന്ന് കൂട്ടുകാരൻ തിരിച്ച് നിങ്ങ പൊളിക്ക് ബ്രോ, നമ്മയുണ്ട് കൂടെയെന്ന്. ഇവരൊക്കെ പോലീസ് നോക്കിയെന്ന് താജ്മഹൽ പൊളിക്കാൻ വെച്ച ആൾക്കാരാ നീലിട്ടെ. അങ്ങനെ പൊളിച്ച കാര്യം പറഞ്ഞപ്പോഴാണ് എന്താ അടിച്ചു പൊളിച്ചു എന്ന് വെച്ചാല് നല്ലത് എന്നാ പറയാം. നേരത്തെ അദ്ദേഹം പറയണ്ടേ പൊളിച്ചു, നല്ലതിന് പൊളിച്ചു എന്നാ ന്യൂ ജനറേഷൻ വാക്കാ. ഇപ്പൊ എന്താ ലുലു മാള് വന്നപ്പോ എല്ലാരും പറഞ്ഞു പൊളിച്ചു. എന്താ കൊച്ചി മെട്രോ വന്നപ്പോഴും പറഞ്ഞു പൊളിച്ചു. ലാലേട്ടന്റെ പടം എങ്ങനെയുണ്ട്? പൊളിച്ചു. മമ്മൂക്കയുടെ പാടം എങ്ങനെയുണ്ട്? പൊളിച്ചു. പാലാരിവട്ടം പാലം എങ്ങനെയുണ്ട്? അതും പൊളിച്ചു എന്ന്. നേരെ നമ്മള് തൃശ്ശൂരേക്ക് ചെന്നാലുണ്ടായല്ലോ ഇത്ര നർമ്മബോധമുള്ള ആൾക്കാർ. അവിടെയാണ് കേട്ടോ ശവത്തിന്റെ സ്ത്രീലിംഗം കണ്ടുപിടിച്ച ആൾക്കാര്. എന്തോട്ടാ ശവിയേന്നാ ചോദിക്കാ. കേമായി മരിച്ചു കിടക്കുന്ന ഒരാളുടെ മുമ്പിൽ ചെന്നിട്ട് പറയട്ടോ ജോസേട്ടൻ പടായി ഭിത്തിമേ തൂങ്ങിന്നാ. നേരെ നമ്മൾ വീണ്ടും വടക്കോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ കാസർഗോഡ് ചെന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പരിപാടി ചെന്നിട്ട് ചാക്യാർ അവിടെ ചെന്നിട്ട് കാസർഗോഡ് ഒരു അന്തർജനം ഇരിക്കണ്ടോ. ഇത്തിരി വെള്ളം തരാമോ എന്ന് ചോദിച്ചപ്പോ പുള്ളിക്കാരി പറയട്ടോ കഴിച്ചക്കനെ കുടിച്ചക്കനെ തിണ്ടാക്കണേ എന്താ എന്തിട്ടത് കഴിക്കാനാണോ കുടിക്കാനാണോ കുളിക്കാനാണോ എന്തെടുക്കാനെന്നാ. അങ്ങനെ ഇരിക്കുമ്പോൾ നേരെ തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്തുള്ളവർക്കെല്ലാം ബഹുവചനങ്ങളാ. എന്താപ്പോ ഒരു കസേര ഉള്ളതിലും കസേരകൾ, എന്ത് രണ്ട് ചേർത്ത് പറയണ ആൾക്കാരാ. ഒരു കാറ ഉള്ളതിലും കാറുകൾ, റോഡുകൾ, വെള്ളങ്ങള്. അപ്പോൾ ഒരു അമ്മച്ചി പറയട്ടോ പിള്ളകൾ വെള്ളങ്ങൾ അടിച്ച് റോഡുകളിൽ കിടന്ന് ബഹളങ്ങൾ ഉണ്ടാക്കണം. എന്തരന് തന്തകളെ പറയിപ്പിക്കാൻ. അതും അറിയാണ്ട് രണ്ടായി ബോഹി എന്നുള്ളതാണ് ഒരു കഥ എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് അവിടെ തിരുവനന്തപുരത്തെ ഒരാൾക്ക് സ്ക്വാഷ് കലക്കി വെള്ളം കൊണ്ട് വെച്ച് കൊടുത്തപ്പോൾ പുള്ളി പറയട്ടോ ഇവിടുത്തെ അപ്പികൾ കലക്കി വെള്ളം മലക്ക വെട്ടിപ്പൊളന്ന് കുടിക്കാനെന്ന്. കേമായിട്ടുള്ള കാഴ്ചയാണ്. ആ നാട്ടിലെ അപ്പിന്ന് വെച്ചാൽ കുട്ടി നടന്നുള്ളതാണ് മറ്റൊരു കഥ എന്നുള്ളതാണ്. കേമായി. അപ്പോൾ ചാക്യാരെ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ടപ്പോൾ തോന്നിയ നർമ്മമാണ്. കേരളത്തിലുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നു. അവരെയൊക്കെ കണ്ടപ്പോൾ തോന്നിയ നർമ്മമാണ് ചാക്യാർ ഇവിടെ വിളമ്പിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതേണ്ട. അപ്പോൾ ഒരു ചിരി ചിരി ബമ്പർ ചിരി എന്നാണ്. തിരുവനന്തപുരത്തിലെ കൊളുത്തി എനിക്ക് അത്രത്തോളം സുഖത്തില്ല, എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് പെർഫോം ചെയ്തു.